തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിൽ വിവിധ ദേവാലയങ്ങളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. ഇപ്പോൾ പ്രദക്ഷിണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സൂരജ് സജി നൽകും. സൂരജ് പറയും. പ്രവിധ, തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ ഇപ്പോൾ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ഈ തിരുക്കർമ്മങ്ങൾ അർപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഉണ്ണിയേശുവിന്റെ രൂപം കയ്യിലേന്തിക്കൊണ്ട് പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നു. ലൂർദ് കത്തീഡ്രലിന്റെ മുൻവശത്താണ് ഇപ്പോൾ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുർബാന അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഉണ്ണിയേശുവിന്റെ രൂപം കയ്യിലേന്തിക്കൊണ്ട് പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഇത് കാണുന്നതിന് വേണ്ടി ലൂർദ് കത്തീഡ്രലിൽ എത്തിയിരിക്കുന്നത്. രാത്രി കുർബാനയിലടക്കം പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ നേരത്തെ മുതൽ തന്നെ പള്ളിയിൽ എത്തിയിരുന്നു. വലിയ തിരക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിലും അനുഭവപ്പെടുന്നുണ്ട്. വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് ഈ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ വലിയ ജനാവലി ഈ തിരുക്കർമ്മങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. തൃശ്ശൂരിലും വിപുലമായ ആഘോഷങ്ങളുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ പ്രധാനമായി നടക്കുന്ന ദേവാലയം തൃശ്ശൂർ ലൂർദ് കത്തീഡ്രലാണ്. അവിടെയാണ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തടക്കം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഉണ്ണിയേശുവിന്റെ തിരുരൂപം കയ്യിലേന്തിക്കൊണ്ടുള്ള പ്രദക്ഷിണ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രവിധ, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിക്കൊണ്ടുള്ള പ്രദക്ഷിണം അതിപ്പോൾ നടക്കുകയാണ്. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നുള്ള വിശേഷങ്ങളാണ് സൂരജ് സജി പങ്കുവച്ചത്. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.